ഇന്നത്തെ പ്രോഡക്റ്റ് റിവ്യൂ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്. അതിനുശേഷം നമുക്ക് ഈ ഒരു ഹുവാവി ഫ്രീ ക്ലിപ്പ് 2ന്റെ വിശേഷങ്ങളിലേക്ക് കടക്കാം. ഇതിൻ്റെ ഫസ്റ്റ് ജനറേഷൻ ആയിട്ടുള്ള ഹുവാവി ഫ്രീ ക്ലിപ്പ് റിവ്യൂ ചെയ്യുന്ന സമയത്ത് എനിക്ക് ചെറുതായിട്ടുള്ള രീതിയിലുള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ഈ ഒരു ഡിസൈൻ വെച്ചിട്ട് ഈ ഒരു പ്രൊഡക്റ്റ് സക്സസ് ആവുമോ ഇല്ലേ എന്നുള്ളത്. കാരണം നമ്മൾ സാധാരണ രീതിയിൽ കണ്ടുവന്നിരുന്ന ഡിസൈൻ ആയിരുന്നില്ല, മറിച്ച് സീ ബ്രിഡ്ജ് ഡിസൈനിലായിരുന്നു ആ ഒരു പ്രൊഡക്റ്റും വന്നിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഡിസൈനൊക്കെ വെച്ചിട്ട് എത്രത്തോളം ആളുകൾ ഇത് പർച്ചേസ് ചെയ്യും അല്ലെങ്കിൽ ഇത് സക്സസ് ആവുമോ ഇല്ലേ എന്നുള്ളൊരു കാര്യത്തിലൊക്കെ എനിക്ക് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ശരിക്കും ഞെട്ടിച്ചൊരു കാര്യം എന്ന് പറയുന്നത്, സ്പെഷ്യലി ഞാൻ ഖത്തറിലുള്ള ഹുവാവി സെയിൽസ് ടീമൊക്കെ ആയിട്ട് സംസാരിച്ചപ്പോൾ അവർ എക്സ്പെക്ട് ചെയ്തതിലും കൂടുതൽ ക്വാണ്ടിറ്റി അവർക്ക് സെയിൽ ചെയ്യാൻ സാധിച്ചു. ഇപ്പോഴും സെയിൽ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. മറിച്ച് ഒരുപാട് ആളുകൾ എനിക്ക് പേഴ്സണലി മെസ്സേജ് അയച്ച് പറയുന്നുണ്ട് അവരുടെ ആ ഒരു യൂസർ എക്സ്പീരിയൻസും കാര്യം. കാരണം ഇത് വലിയ രീതിയിലുള്ള ഒരു സക്സസ് ആണ്. ശരിക്കും ഞാൻ പോലും എക്സ്പെക്ട് ചെയ്തതിലും കൂടുതൽ ഒരു സെയിൽസ് ആണ് നമുക്ക് ഈ ഒരു ഹുവാവി ഫ്രീ ക്ലിപ്പ് 1ൽ എനിക്ക് കാണാൻ സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ ഫ്രീ ക്ലിപ്പ് 2വിനെ സംബന്ധിച്ചിടത്തോളം കുറച്ചും കൂടി ഈസിയാണ് കാര്യങ്ങൾ. കാരണം ആ ഒരു ഫ്രീ ക്ലിപ്പ് 1ന്റെ ആ ഒരു സക്സസ് ഉണ്ട്. അതുപോലെ തന്നെ അതിലും കുറച്ചും കൂടി ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു ഫ്രീ ക്ലിപ്പ് 2ലും കാണാൻ സാധിക്കുന്നുണ്ട്. ആ ഒരു കാര്യമൊക്കെ ആയിരിക്കും തീർച്ചയായിട്ടും നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നുണ്ടാവുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും എന്നും പറയാറുള്ള പോലെ തന്നെ ചാനലും വീഡിയോസ് യൂസ്ഫുൾ ആണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിച്ചോളി. സോ നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റിന്റെ വിശേഷങ്ങളിലേക്ക് കടക്കാം. വെൽക്കം ടു മിസ്റ്റർ അൺബോക്സ് ആൻഡ് ട്രാവൽ. 3 കളേഴ്സിലാണ് ഈ ഒരു പ്രൊഡക്റ്റ് അവൈലബിൾ ആണ്. നമ്മുടെ കയ്യിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണുള്ളത്. ഇത് കൂടാതെ ബ്ലൂവിലും അവൈലബിൾ ആണ്. ഇതിൽ വൈറ്റിലും ബ്ലൂവിലും ഒരു ഡെനിം ടെക്സ്ചർ ആണ് കേസിൽ കാണാൻ സാധിക്കുക. അതായത് ഒരു ജീൻസിന്റെ ആ ഒരു ടെക്സ്ചർ നമുക്ക് കാണാൻ സാധിക്കും. കഴിഞ്ഞ വർഷം 5.6 ഗ്രാം ആയിരുന്നെങ്കിൽ ഇത്തവണ 5.1 ഗ്രാം ആണ്. കുറച്ചും കൂടി ലൈറ്റ് വെയിറ്റ് ആണ്. അതുപോലെ തന്നെ ലിക്വിഡ് സിലിക്കൺ മെറ്റീരിയലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മോർ കംഫർട്ട് ആയിട്ടുള്ള രീതിയിലാണ് നമുക്ക് ഈ ഒരു ഡിസൈൻ കാണാൻ സാധിക്കുക. ആസ് യൂഷ്വൽ കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ സീ ബ്രിഡ്ജ് ഡിസൈൻ ആണ്, ഓപ്പൺ ഇയർ ടെക്നോളജിയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഞാൻ ഇവിടെ ഖത്തറിൽ 1-2 ഇടത്ത് ഞാനൊരു കോൺടെസ്റ്റ് കണ്ടിട്ടുണ്ട്. അതായത് ഈ ഒരു ബഡ്സ് നമ്മുടെ ചെവിയിൽ വെച്ചുകൊണ്ട് തുള്ളുക, ചാടുക, മറിയുക എന്ത് ചെയ്തിട്ടാണെങ്കിലും ഈ ഒരു ഇയർബഡ്സ് നമ്മുടെ ചെവിയിൽ നിന്ന് വെളിയിൽ പോയാൽ അവർക്കൊരു ഫ്രീ ആയിട്ട് ഒരു ബഡ്സ് കൊടുക്കുന്ന ആ ഒരു കോൺടെസ്റ്റ് കണ്ടിരുന്നു. ആരും ജയിച്ചിട്ടില്ല എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. കാരണം അത്രയും കംഫർട്ടബിൾ ആയിട്ട് നമ്മുടെ ചെവിയിൽ ഇത് ഇരിക്കുന്നുണ്ട്. നമ്മൾ എന്ത് തരത്തിൽ എക്സസൈസ് ചെയ്താലും എന്ത് ചെയ്താലും നമ്മുടെ ചെവിയിൽ നിന്ന് ഇത് വീഴുമെന്നുള്ള പേടിയില്ല എന്ന് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും ഡിസൈനിൽ പ്രത്യേകമായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ 10.8 mm ഡ്യുവൽ പവർ ഡ്രൈവറാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ വർഷത്തെ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം, കഴിഞ്ഞ വർഷം മ്യൂസിക്കൽ എക്സ്പീരിയൻസ് അത്ര ഗംഭീരമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ ഇത്തവണ കുറച്ചും കൂടി കിഡിലനായിട്ടുള്ള മ്യൂസിക്കൽ എക്സ്പീരിയൻസ് നമുക്ക് ആസ്വദിക്കാൻ സാധിക്കുന്നുണ്ട്. അത്യാവശ്യം ബേസും കാര്യങ്ങളൊക്കെ നമുക്കിതിൽ ലഭിക്കുന്നുണ്ട്. ഇത് ഓപ്പൺ ഇയർ ടെക്നോളജി ആയതുകൊണ്ട് തന്നെ ചെവിയുടെ ഉള്ളിൽ പോയി ഇരിക്കാത്തത് കൊണ്ട് തന്നെ നമുക്ക് ആ ഒരു സൗണ്ട് നമുക്ക് വലിയ ഡിസ്റ്റർബൻസ് എന്നുള്ള രീതിയിൽ നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. സോ മ്യൂസിക്കൽ എക്സ്പീരിയൻസ് ഇത്തവണ കിഡിലെന്ന് തന്നെ പറയാൻ സാധിക്കും. ഇനി കോളിംഗ് എക്സ്പീരിയൻസിൻ്റെ കാര്യമാണെങ്കിൽ 3 മൈക്കാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ അഡാപ്റ്റീവ് വോളിയം ആൻഡ് വോയിസ് എൻഹാൻസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇതിലുണ്ട്. അതിൻ്റെ ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്, നമ്മൾ ഏത് സെനേറിയോസിലാണോ പോയി നിൽക്കുന്നത്, ഇപ്പോൾ ഒരു മാർക്കറ്റിൽ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ശബ്ദമുള്ള ആ ഒരു സെനേറിയോസിലും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അതിനനുസരിച്ചുള്ള രീതിയിലുള്ള വോയിസിൻ്റെ ആ ഒരു വോളിയം അല്ലെങ്കിൽ എൻഹാൻസ്മെൻറ്റ് കൂട്ടിയിട്ട് അപ്പുറത്തുള്ള ആളുകൾക്കും നമുക്കും നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് നമുക്ക് വോയിസ് കോളിംഗ് ഇതിൽ നടത്താൻ സാധിക്കും. അതുപോലെ തന്നെ ഇതിൽ ഇനി വോയിസ് റെക്കോർഡിങ്ങും അത്യാവശ്യം നല്ല ക്ലിയറിൽ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. സോ മ്യൂസിക്കൽ ആൻഡ് കോളിംഗ് എക്സ്പീരിയൻസ് കഴിഞ്ഞ വർഷത്തിലും നല്ല രീതിയിലുള്ള ഒരു ബെറ്റർ തന്നെയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ബാറ്ററി ലൈഫ് വരുന്നത് സിംഗിൾ ചാർജിൽ 9 ഹവേഴ്സും വിത്ത് കേസ് ആണെങ്കിൽ 38 ഹവേഴ്സിൻ്റെ മ്യൂസിക് പ്ലേബാക്ക് ആണ് വരുന്നത്. വയർലെസ് ചാർജിങ് ഇതിൽ സപ്പോർട്ട് ഉണ്ട്. ബ്ലൂടൂത്തിൻ്റെ 6 ആണ് വരുന്നത്. ഡ്യുവൽ ഡിവൈസ് കണക്ടിവിറ്റിൻ്റെ ഒരേ സമയം 2 ഡിവൈസിൽ ഈ ഒരു പ്രൊഡക്റ്റ് കണക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇൻ ഇയർ ഡിറ്റക്ഷൻ ഉണ്ട്. അഥവാ നമ്മൾ മ്യൂസിക് കേൾക്കുന്ന സമയത്ത് ചെവിയിൽ നിന്ന് ഊരിയാൽ മ്യൂസിക് പോസ് ആവും, തിരിച്ചു വെച്ചാൽ മ്യൂസിക് പ്ലേ ആവും. അത്തരത്തിലുള്ള ഇൻ ഇയർ ഡിറ്റക്ഷൻ ഉണ്ട്. അതുപോലെ കഴിഞ്ഞ വർഷം നമ്മൾ കണ്ടുവരാത്ത ഒരു പ്രത്യേകത ജസ്റ്റേഴ്സിൽ ഇത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അഥവാ കഴിഞ്ഞ വർഷത്തെ ഫ്രീ ക്ലിപ്പിൽ നമുക്ക് സ്വൈപ്പ് അപ്പ് സ്വൈപ്പ് ഡൗൺ അഥവാ വോളിയം അപ്പ് ആൻഡ് ഡൗൺ ഓപ്ഷൻ ഇല്ലായിരുന്നെങ്കിൽ ഇത്തവണ ഡബിൾ ടാപ്പ്, ട്രിപ്പിൾ ടാപ്പ്, അതുപോലെ തന്നെ ഈ ഒരു വോളിയം അപ്പ് ആൻഡ് ഡൗൺ എന്നുള്ള രീതിയിൽ സ്വൈപ്പ് അപ്പ് സ്വൈപ്പ് ഡൗൺ എന്നുള്ള രീതിയിലുള്ള ആ ഒരു ജസ്റ്റേഴ്സും നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. ഇനി ഈ ഒരു കാര്യത്തിലൊക്കെ നമുക്ക് എന്തെങ്കിലും വേരിയേഷൻസും കാര്യങ്ങളൊക്കെ വരുത്തുന്നുണ്ടെങ്കിൽ ഹുവാവി AI ലൈഫ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. നിലവിൽ ആപ്പ് സ്റ്റോറിൽ ലഭ്യമാണ്, പ്ലേ സ്റ്റോറിൽ ലഭ്യമല്ല. ഹുവാവിയുടെ ഒഫീഷ്യൽ സൈറ്റിൽ നിന്ന് നമുക്ക് APK ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അത്തരത്തിൽ ആ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ജസ്റ്റേഴ്സിൽ എന്തെങ്കിലും വേരിയേഷൻ വരുത്തണമെങ്കിൽ ചെയ്യാം. അതുപോലെ തന്നെ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ആ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്തുകൊണ്ട് കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഫ്രീ ക്ലിപ്പ് 2ന്റെ പ്രൈസ് പറയുന്നതിന് മുമ്പ് ഡിസൈൻ പറയുന്ന സമയത്ത് വിട്ടുപോയ ഒരു കാര്യമാണ്, ഇവൻ ആളൊരു നിഷ്പക്ഷനാണ്. അതായത് ഇടതുപക്ഷം വലതുപക്ഷം എന്നുള്ള രീതിയില്ല. ഈ ഒരു ക്ലിപ്പ് തന്നെ നമുക്ക് വലത്തെ ചെവിയിൽ യൂസ് ചെയ്യാം, അത് തന്നെ എടുത്തിട്ട് നമുക്ക് ഇടത്തെ ചെവിയിൽ യൂസ് ചെയ്യാൻ സാധിക്കും. എനിവേ ഇതിൻ്റെ പ്രൈസ് ഇവിടെ ഖത്തറിൽ വരുന്നത് 649 ഖത്തറിയാണ്. ഒഫീഷ്യലി വരുന്ന ഏകദേശം ഇന്ത്യയുടെ 16,000 ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. ഇനി 2026 ജനുവരി 4 ഖത്തറിൽ നിന്ന് നിങ്ങൾ ഈ ഒരു പ്രൊഡക്റ്റ് പ്രീ ഓർഡർ ചെയ്യുകയാണെങ്കിൽ 49 ഖത്തറിയാൽ വരെ വരുന്ന ഒരു കേസ് ഇതിൻ്റെ കൂടെ ലഭിക്കുന്നുണ്ട്. ഇനി ഈ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് ഇത് ആർക്കൊക്കെയാണ്
സ്യൂട്ടബിൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലരുണ്ടാവും നമുക്ക് ഇയർബഡ്സ് യൂസ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടാവും, ബഡ്സ് യൂസ് ചെയ്താൽ പക്ഷേ അവർക്ക് ഭയങ്കര പെയിൻ ആയിരിക്കും, അതുപോലെ തന്നെ ഉള്ളിൽ കിടക്കുന്നതുകൊണ്ട് തന്നെ ഭയങ്കര ഒരു ഡിസ്റ്റർബൻസ് അല്ലെങ്കിൽ ഡിസ്കംഫർട്ട് എന്നുള്ള രീതിയിലൊക്കെ ഫീൽ ചെയ്യുന്നവർക്ക് ഡെഫിനറ്റ്ലി ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് ഈ ഒരു ഫ്രീ ക്ലിപ്പ് 2 എന്ന് പറയുന്നത്. ഒന്ന്, ഇതിൻ്റെ ഭയങ്കര രീതിയിലുള്ള ഒരു കംഫർട്ട്, അതുപോലെ തന്നെ മ്യൂസിക്കൽ എക്സ്പീരിയൻസ്, കോളിംഗ് ക്വാളിറ്റി, ബാറ്ററി ലൈഫ്, അതുപോലെ തന്നെ നമ്മൾ റണ്ണിങ് എക്സസൈസോ എന്തൊരു തരത്തിൽ എക്സസൈസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ചെവിയിൽ നിന്ന് ഇത് വീഴുമെന്ന പേടിയും യാതൊരു തരത്തിലും ആവശ്യമില്ല. സോ നമുക്ക് വളരെ കംഫർട്ടായിട്ടുള്ള നല്ല കിഡിലനായിട്ടുള്ള ക്വാളിറ്റിയുള്ള ഒരു ഇയർബഡ്സ് ആണ് തേടുന്നെങ്കിൽ തീർച്ചയായിട്ടും പരിഗണിക്കാൻ പറ്റും തന്നെയാണ് ഈ ഒരു ഹുവാവി ഫ്രീ ക്ലിപ്പ് 2 എന്ന് പറയുന്നത്. എനിവേ ഈ ഒരു ഫ്രീ ക്ലിപ്പ് 2 അല്ലെങ്കിൽ ഫ്രീ ക്ലിപ്പ് 1 ഒക്കെ യൂസ് ചെയ്യുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ യൂസർ എക്സ്പീരിയൻസ് താഴെ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ അത് മറ്റുള്ളവർക്ക് യൂസ്ഫുൾ ആവുന്നതാണ് എന്നും പറയാറുള്ള പോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും, ഇന്ത്യയിലാണ് കാണുന്നതെങ്കിൽ ഹൈപ്പ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിച്ചോളി. സോ മറ്റൊരു പുതിയൊരു വീഡിയോയിൽ കാണാമെന്ന പ്രതീക്ഷയിൽ തൽക്കാലം ഞാൻ ഇവിടെ പറയുന്നു. സെയ്ദ് ഇർഷാദ്.